എഞ്ചിനീയറിംഗ് പഠിച്ചവരാണോ? അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ടോട്ടൽ സ്ഥലങ്ങളെയും വിട്ട് മാറ്റി വേറൊരു ക്യാരക്ടർ ആവാൻ ജീവിച്ച ആൾക്കാരാണോ നിങ്ങൾ? ശരിക്കും അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. എൻ്റെ ലൈഫിലെ കുറേ ഇൻസിഡൻസ്, ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു മൈൻഡ് സെറ്റ്, അത് തന്നെയാണ് പ്രദീപിൻ്റെ ഡ്രാഗൺ എന്ന സിനിമയിൽ ഞാൻ കണ്ടത്. കോളേജിൽ പോയി കോളേജല്ലേ അടിച്ചു പൊളിച്ചേക്കാം എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഈ ഒരു സിനിമയിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കുറേ ഇടങ്ങളിൽ നമ്മളൊക്കെ എന്തായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്ന് പലപ്പോഴും ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സിനിമ. ഫൺ ടു ഫൺ എന്ന് പറയുന്ന ഒരു രീതിയിൽ, അതേപോലെ തന്നെ ഇമോഷൻസിനാണെങ്കിലും ഏതൊരു കാര്യത്തിനാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ബേസ് കൊടുത്തുകൊണ്ട്, ഗംഭീരമായിട്ടുള്ള കുറേ മ്യൂസിക്സ് കൊടുത്തുകൊണ്ട്, നാച്ചുറലായിട്ടുള്ള കോമഡികൾ വർക്കൗട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു ടോട്ടൽ വൺ മാൻ ഷോയാണ് ഡ്രാഗൺ എന്ന സിനിമ. ഈ സിനിമ എന്താ പറയുക, വളരെ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം തമിഴിൽ നിന്ന് വരുന്ന വേറൊരു ടൈപ്പ് ജോണറാണ്. സോ ഒരു ഡോൺ എന്ന് പറയുന്നൊരു സിനിമയുടെ ആ ഒരു ജോണർ തന്നെ ആയിരിക്കും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് പേഴ്സണലി ഞാൻ അതിനകത്തോട്ട് ഒന്നും ചിന്തിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. സ്ട്രൈറ്റ് പ്രദീപിൻ്റെ ക്യാരക്ടർ വരുന്നു, പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്നതൊക്കെയും ഒരു അടിച്ചുപൊളി പടം നമ്മൾ എങ്ങനെയാണ് ഫീൽ ചെയ്തത്, ആ ഒരു രീതിയിൽ. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, ഫണ്ണ്, അതിനൊപ്പം തന്നെ പെർഫോമൻസുകൾ കൊണ്ട് ഒരു രക്ഷയില്ല, അടിച്ച് മിന്നിക്കുന്ന ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് കയറി അങ്ങോട്ട് കൊളുത്തും വേറെ ലെവലിൽ. ഇമോഷൻസിനാണെങ്കിലും ഏതിനാണെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഗംഭീരമായിട്ടുള്ളൊരു പടമാണ് ഡ്രാഗൺ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോളേജ് ലൈഫിൽ നമ്മൾ കാണിച്ചു കൂട്ടിയ കുറേ അഹങ്കാരങ്ങളും കയ്യിലിരിപ്പുകളും ഒക്കെ ഫ്യൂച്ചറിൽ നമ്മളെ ഏതൊക്കെ തരത്തിൽ ബാധിച്ചു എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ലൈഫിലൂടെ ഇങ്ങനെ, നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോകാൻ ഈ സിനിമയിൽ പലയിടങ്ങളിലും സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രദീപിൻ്റെ ഷോ സ്റ്റീലിംഗ് പെർഫോമൻസാണ്. അതേപോലെ തന്നെ നമ്മുടെ കൈദിയിലേക്ക് നെപ്പോളിയൻ എന്ന് പറയുന്ന ആ പുള്ളിയുടെ ഒറിജിനൽ പേര് ഞാൻ എപ്പോഴും മറന്നു, മരിയണെന്നോ മറ്റോ ആണ്. പുള്ളിക്കാരൻ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സ്റ്റാൻഡേർഡ് ഒരു അച്ഛൻ്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ അമ്മയായിട്ട് വന്നത് നമ്മുടെ മെയ്യഴകനിലെ ആ പഴയ നഷ്ടപ്പെട്ടു പോയ ലവർ എന്ന് പറയുന്നൊരു ക്യാരക്ടറായിട്ട് വന്ന ആ പുള്ളിക്കാരിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സിനിമയിൽ വന്നിട്ടുള്ളത് അനുപമ പരമേശ്വരനാണ്. ഒപ്പം വേറൊരു നായികയും കൂടി ഉണ്ട്, പല്ലവി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് അവർ ചെയ്തത്. എല്ലാവരും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ട് വന്നിരിക്കുന്നവരും അതുപോലെ തന്നെ കുട്ടി ഡ്രാഗണായിട്ട് വന്നവരും ഒക്കെ പെർഫോമൻസ് വൈസ് എല്ലാവരും നൈസായിരുന്നു. ടോട്ടലി ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് വളരെ നൈസായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇരുന്ന് കാണുമ്പോഴത്തേക്ക് ഒരു ഫൺ മൂഡിൽ നമുക്ക് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റാം, അതെല്ലാം ഈ സിനിമയിലുണ്ട്. സോ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, ഒരു ഫൺ എൻ്റർടൈനർ ആണ് നിങ്ങൾ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ആ മോനെ ധൈര്യമായിട്ട് വിട്ടോ. ഡ്രാഗൺ ഒരു പക്ക ചോയ്സാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കോളേജ് ലെവലിലേക്ക് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്, ഇപ്പോൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയുടെ കണക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പലതും നിങ്ങൾ ഓർക്കും, പലതും നിങ്ങൾക്ക് കണക്റ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് പലതും കൊണ്ടെത്തിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ സിനിമ കൊണ്ടുവന്ന് വെക്കുന്ന ചില പോർഷൻസ് ഉണ്ട്, ആ പോർഷൻസിലേക്ക് വരുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് നമ്മളത് കണക്റ്റ് ആവും. ഇമോഷണലി പല കാര്യങ്ങളും നമ്മളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരും. അതിൽ ഈ അച്ഛനായിട്ടുള്ള മരിയൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ചെറുപ്പത്തിൽ ഞാൻ ഓട്ട മത്സരത്തിന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള ആൾ ജയിക്കാൻ വേണ്ടിയിട്ട് എന്നെ തെള്ളി കിട്ടും. ആ തെള്ളി ഇടുന്ന സമയത്ത് എൻ്റെ കാലിനേറ്റിയ പൊട്ടൽ അതിന്നും ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. ആ സംഭവത്തിൽ എനിക്കിപ്പോഴും ആ പെയിനുണ്ട്. പക്ഷേ എൻ്റെ മകൻ കൂടെയുള്ള ഒരാളുടെ ജീവിതം നശിപ്പിക്കാതെ അയാളുടെ ജീവിതവും നന്നാവണം എന്ന് ആഗ്രഹിച്ചെടുത്ത് നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമാണ്. അപ്പോഴാണ് നീ എൻ്റെ മകനാണെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു പോർഷനുണ്ട്. ആ കോർ എലമെൻറ്റ് ഈ സിനിമയുടെ ടോട്ടൽ പലയിടങ്ങളിലും കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ ആണെങ്കിലും ശരി, എന്തൊക്കെയാണെങ്കിലും ശരി, വേറൊരാളെയും വേദനിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടിയിലേക്കും പോകരുത്. മറ്റൊരുത്തൻ്റെ ജീവിതം തകർത്തിട്ടാവരുത് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്ന കുറേ ഏരിയാസ് ഉണ്ടല്ലോ, ഗംഭീരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി ആ ഏരിയയിലൊക്കെ ഒരു വല്ലാത്തൊരു പെയിൻ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അതേപോലെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്ന കുറേ ഫൺ മൊമെൻറ്റ്സും ഉണ്ട്. എല്ലാം ലൈഫിൻ്റെ കണക്ഷൻസിനെ ഭയങ്കര രസകരമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ ഈ സിനിമ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, എവറിത്തിങ് എല്ലാം പക്കയാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. സോ ധൈര്യമായിട്ട് തിയേറ്ററിലോട്ട് വിട്ടോ, കണ്ടോ, അടിച്ചു പൊളിച്ചോ. ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, ഡ്രാഗൺ പൊടിയാണ്, ഡ്രാഗൺ മുത്താണ്. അപ്പോൾ ഇൻഷോർട്ട് പോലും ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അഭിപ്രായങ്ങൾ വ്യക്തിപരം, സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും